പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 24 വാക്യം. അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. പ്രിയമുള്ളവരെ, ജോസഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോൾ അവിടെ നിന്നും ജോസഫിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുകയും ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുകയും ചെയ്തു. ജോസഫ് മിസ്രൈമിലെ ഏറ്റവും ഉന്നതനായി മാറി. അതിൻ്റെ ഇടയ്ക്ക് പല കഷ്ടങ്ങൾ കൂടിയും ജോസഫ് കടന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജോസഫിനെ ദൈവം വലിയവനാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നിങ്ങൾ ഇത് വചനം കേൾക്കുമ്പോൾ ഒരു പൊട്ടക്കുഴിയുടെ അനുഭവത്തിലായിരിക്കാം, വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയിലായിരിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുക, വിശ്വാസം കൈവിടരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയൊരു പദ്ധതിയും പ്ലാനും ഒരുക്കിയിട്ടുണ്ട്. ധൈര്യത്തോടു കൂടി അവൻ്റെ കൃപാസനത്തിന് മുമ്പാകെ നിൽക്കുക. നിങ്ങളെ ദൈവം വലിയവനാക്കും. ഈ പൊട്ടക്കുഴി ഇവിടെ തീരുന്നതല്ല. നിങ്ങൾക്ക് വേണ്ടി ചില ഇശ്മായേലിയരെ, ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം ആക്കിയിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ വലിയവരായി മാറാൻ പോവുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കുഴി കണ്ട് ഭയപ്പെടേണ്ട, വെള്ളമില്ല എന്ന് കണ്ട് പേടിക്കേണ്ട. സകലത്തിൻ്റെയും ഉറവയായിരിക്കുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്ന് രാവിലെ വചനം കേട്ടവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പൊട്ടക്കുഴിയുടെ അനുഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു രൂപാന്തരവും ഒരു അനുതാപവും നൽകി അവരെ മടക്കി വരുത്തണമേ. അവരെ ആ കുഴിയുടെ അനുഭവത്തിൽ നിന്നും പുറത്താക്കുവാൻ ദൂതന്മാരെ കൽപ്പിക്കണമേ. അവരെ വലിയവരാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ലഭിച്ചത്. ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.